കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ വരുന്ന ചില മിസ്റ്റേക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില വാക്കുകൾ തമ്മിലുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് അത്തരം മിസ്റ്റേക്സ് വരുന്നത്. അത്തരത്തിലുള്ള ചില പെയേഴ്സ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കേക്ക്സ് ടു ഡു ടുഡേ. വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കേക്ക്സ് ടു ഡു ടുഡേ. ഇത് മിസ്റ്റേക്ക് ആണ്. ഈ സെൻറ്റൻസിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ഒന്നാലോചിച്ച് നോക്കൂ. ശ്രദ്ധിക്കുക, ഡു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഒരുപാട് കേക്ക്സ് ഉണ്ടാക്കാനുണ്ട് എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ ഡു എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് അവിടെ മിസ്റ്റേക്ക്. ഡു ആൻഡ് മേക്ക്, ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പലർക്കും മിസ്റ്റേക്സ് വരാറുണ്ട്. മേക്ക് എന്ന വാക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ മീനിങ് വളരെ ഡിഫറെൻ്റ് ആണ്. ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ള മീനിങ്ങിലാണ് മേക്ക് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ ഡു ഉപയോഗിക്കുന്നത് ചെയ്യുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ അത് ആക്ഷൻസിന് വേണ്ടിയിട്ടല്ലേ, ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്നർത്ഥത്തിലാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഷീ മേക്സ് പോട്ട്സ് ആൻഡ് സെൽസ് ദം ഓൺലൈൻ. പോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു? അവൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാറുണ്ട്. ഷീ മേക്സ് പോട്ട്സ്, അവൾ പോട്ട്സ് ഉണ്ടാക്കാറുണ്ട്. ആ പോട്ട്സൊക്കെ അവൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ നമ്മൾ ക്രിയേറ്റ് എന്ന മീനിങ്ങിലാണ് മേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു പോട്ട്സ് ഉണ്ടാക്കുക എന്നർത്ഥത്തിൽ. വി ഓൾവേസ് ഡു അവർ ബെസ്റ്റ് എന്ന് പറഞ്ഞാലോ, നമ്മളെപ്പോഴും നമുക്ക് പറ്റാവുന്ന അത്രയ്ക്ക് ബെസ്റ്റായിട്ട് ചെയ്യാറുണ്ട്. വി ഓൾവേസ് ഡു അവർ ബെസ്റ്റ്. അപ്പോൾ ഈ ഡു ഉപയോഗിക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നതാണ് അല്ലേ. എന്ത് കാര്യമായാലും അത് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. വി ഓൾവേസ് ഡു അവർ ബെസ്റ്റ്. അവിടെ ഉണ്ടാക്കുക എന്ന ഒരു മീനിങ് അല്ല. ഡു എന്നതിന് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഡു തന്നെ ഉപയോഗിക്കണം. ഡു യുവർ ഹോംവർക്ക് ആൻഡ് ഡോണ്ട് വറി ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്. നോക്കൂ, ഡു യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യൂ എന്നല്ലേ. ആൻഡ് എന്താണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഡോണ്ട് വറി ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്നാണ്. മേക്ക് എ മിസ്റ്റേക്ക്. പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുക എന്ന അർത്ഥമല്ല. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഡു എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും മേക്ക് എന്ന വാക്ക് വേർബ് ഉപയോഗിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില വാക്കുകളൊക്കെ അതിനകത്ത് ഒരുമിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന ചില വാക്കുകളുണ്ട്. അതിന് നമ്മൾ കൊളൊക്കേഷൻസ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പായിട്ട് ഒരു വാക്ക്, ഇൻഡിവിജ്വലായിട്ടൊരു വാക്ക് പഠിക്കുന്നതിന് പകരം അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന, സാധാരണ ചേർന്ന് വരുന്ന ചില വാക്കുകളുണ്ടാവും. ആ വാക്കുകൾ കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അത്തരം വാക്കുകൾ, അത്തരം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർമ്മ വരും, അത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കേക്ക്സ് ടു ഡു ടുഡേ അല്ല വേണ്ടത്. കറക്റ്റായി പറയണമെങ്കിൽ ടു മേക്ക് ടുഡേ എന്നാണ് വേണ്ടത്. വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കേക്ക്സ് ടു മേക്ക് ടുഡേ എന്നാണ് വേണ്ടത്. അവിടെ ഡു അല്ല, മേക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ മേക്ക് എന്ന വാക്കിനോട് ചേർത്തിട്ടും ഡു എന്ന വാക്കിനോട് ചേർത്തും കുറേ വാക്കുകൾ നമുക്ക് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് പഠിച്ചു വയ്ക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. മേക്ക് എ കേക്ക്, make a plan, make a decision, make a mistake, make a call, make an appointment, make money, make a promise, make an effort. ഇനി ഡു എന്ന വാക്കിനോട് ചേർത്തും ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഡു ദ ലോണ്ട്രി, ഡു ദ ഡിഷസ്, ഡു യുവർ ഹോംവർക്ക്, ഡു എക്സസൈസ്, ഡു റിസർച്ച്, ഡു യുവർ ബെസ്റ്റ്, ഡു എ ഗുഡ് ജോബ്, ഡു യുവർ ഡ്യൂട്ടി, ഡു ദ ഷോപ്പിംഗ്. ഇനി അടുത്ത ഒരു മിസ്റ്റേക്ക് ഉള്ളൊരു സെൻറ്റൻസ് പറയട്ടെ. ലെറ്റ്സ് മീറ്റ് അപ്പ് അതർ ഡേ. ലെറ്റ്സ് മീറ്റ് അപ്പ് അതർ ഡേ. ഈ സെൻറ്റൻസ് റോങ് ആണ്. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ? ഇവിടെ അതർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. അതർ ആൻഡ് അനദർ, ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. അതർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺസിനും അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിനും ആണ്. പ്ലൂറൽ നൗൺസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള വാക്കുകൾ, ഒന്നിൽ കൂടുതലുള്ള നൗൺസ്, അതിനാണ് നമ്മൾ പ്ലൂറൽ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബോയ്സ്, ഗേൾസ്, ലേഡീസ്, മെൻ, ബാഗ്സ്, പെൻസിൽസ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ നൗൺസ് ആണ്. അത്തരത്തിലുള്ള പ്ലൂറൽ നൗൺസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് അതർ ആണ്.
അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ്. ഫോർ എക്സാമ്പിൾ റൈസ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 1 റൈസ് 2 റൈസ് എന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, അത്തരത്തിലുള്ള നൗൺസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെയുള്ള വേറൊരു വാക്കാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് എന്ന് പറയില്ല. ഇൻഫർമേഷൻ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അതിനൊപ്പവും നമുക്ക് ഉപയോഗിക്കേണ്ടത് അതർ. ഇനി അനദർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? സിംഗുലർ നൗൺസിൻ്റെ ഒപ്പം ആണ് അനദർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ ബോയ് സിംഗുലർ നൗൺ അല്ലേ, അപ്പോൾ അവിടെ അനദർ ആണ് ഉപയോഗിക്കേണ്ടത്. എ ഗേൾ അനദർ ആണ് ഉപയോഗിക്കേണ്ടത്. അനദർ ഗേൾ, അനദർ ബോയ്, അനദർ ലേഡി, അനദർ മാൻ. കുഡ് ഐ ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി? എനിക്ക് ഒരു കപ്പ് കാപ്പി കൂടി കിട്ടുമോ? എനിക്ക് കുഡ് ഐ ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി? നോക്കൂ, അനദർ കപ്പ്. കപ്പ് എന്നത് സിംഗുലർ നൗണാണ്. പക്ഷേ പ്ലൂറൽ നൗണാണെങ്കിൽ അതർ ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു ട്രൈ അതർ കൈൻഡ്സ് ഓഫ് ക്യുസീൻ. അതർ കൈൻഡ്സ് ഓഫ് നോക്കുക, കൂടുതൽ പലതരത്തിലുള്ളത് എന്നാണ്. അവിടെ കൈൻഡ്സ് എന്നാണ് പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് ഉപയോഗിച്ചത് അതർ. ഐ വുഡ് ലൈക്ക് ടു ട്രൈ, ഐ വുഡ് ലൈക്ക് ടു ട്രൈ അതർ കൈൻഡ്സ് ഓഫ് ക്യുസീൻ. പല ഡിഫറെൻറ്റ് ടൈപ്സ്, വേറെ തരത്തിലുള്ളത്, അതാണ് അതർ കൈൻഡ്സ്. ഷീ ഹാസ് അതർ റെസ്പോൺസിബിലിറ്റീസ് അറ്റ് വർക്ക്. അവൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ്, മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് പ്ലൂറൽ നൗണാണ്, അതുകൊണ്ട് അതർ. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ലെറ്റസ് മീറ്റ് അപ്പ്. അതർ ഡേ അല്ല, അനദർ ഡേ ആണ്. കാരണം ഡേ എന്നത് ഒരു സിംഗുലർ നൗണാണ്. സിംഗുലർ നൗൺ ആണെങ്കിൽ അതിന് മുന്നിൽ ഉപയോഗിക്കേണ്ടത് അനദർ. ഇനി വേറൊരു സെൻറ്റൻസ്, ഇറ്റ്സ് സോ നൈസ് ഡേ. ഇത് മിസ്റ്റേക്കാണ്. എവിടെയാണ് മിസ്റ്റേക്ക്? സോ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് മിസ്റ്റേക്ക്. സോ ആൻഡ് സച്ച്, ഇത് രണ്ടും ഉപയോഗിക്കുന്നതിനുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഇത്തരം മിസ്റ്റേക്സിന് കാരണം. സച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് നൗൺ ആണ്. സോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഒരു അജക്റ്റീവ് ആണ്. സോ ഒരു അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ടു സീ യു എഗെയിൻ എന്ന് പറഞ്ഞാൽ നിന്നെ വീണ്ടും കാണുന്നതിൽ എക്സൈറ്റഡ് ആണ് ഞാനാണ്. എനിക്ക് ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. എക്സൈറ്റിംഗ് എന്ന ഒരു അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുകയാണ് സോ എന്ന വാക്ക് അവിടെ. വെരി എക്സൈറ്റിംഗ് ആണ് എന്നാണ് അവിടെ മീനിങ്. അതേസമയം സച്ച് എന്ന വാക്ക് മോഡിഫൈ ചെയ്യുന്നത് ഒരു നൗണിനെയാണ്. ദിസ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറഞ്ഞാൽ, ഓ ഇത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. സച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറയുന്നത്, അത് ബ്യൂട്ടിഫുൾ സിറ്റി എന്നതൊരു നൗൺ ഫ്രേസാണ്. അപ്പോൾ അത് നൗണിൻ്റെ ഫങ്ഷൻ തന്നെയാണ് നൗൺ ഫ്രേസും ചെയ്യുന്നത്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. അപ്പോൾ ബ്യൂട്ടിഫുൾ സിറ്റി എന്ന നൗൺ ഫ്രേസിനെയാണ് സച്ച് എന്നത് മോഡിഫൈ ചെയ്യുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി, സച്ച് എ ഡിസാസ്റ്റർ, അങ്ങനെയൊക്കെ. സോ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അജക്റ്റീവ് ആണ് വരുന്നത്. ദ മൂവി വാസ് സോ ഇൻട്രസ്റ്റിംഗ്, ദ മൂവി വാസ് സോ ഫണ്ണി, വി ലാഫ്ഡ് എ ലോട്ട്. ഒരുപാട് ചിരിച്ചു. ദ മൂവി വാസ് സോ ഫണ്ണി, വളരെ ഫണ്ണി ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഇറ്റ് ഈസ് സോ നൈസ് ഡേ എന്നത് തെറ്റാണ്. നമുക്ക് രണ്ട് തരത്തിൽ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് കറക്റ്റായി പറയുന്നതിന്. ഇറ്റ്സ് സോ നൈസ് എന്ന് നമുക്ക് പറയാം, അതല്ലെങ്കിൽ ഇറ്റ്സ് സച്ച് എ നൈസ് ഡേ എന്ന് പറയാം. ചില കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഇനി വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക.